ഗുട്ടൻ ടാഗ്. ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോയാണ്. കൊച്ചിന് കിൻഡർ ഗാർഡൻ തുറക്കാറായി. അന്നേരം കൊച്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ. ഹ്യോക്സ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ സാധനം മേടിക്കാൻ പോകുന്നത്. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 മിനിറ്റ് ട്രെയിൻ യാത്രയുണ്ട് ഹ്യോക്സ്റ്റിലേക്ക്. ഞാൻ ആദ്യം ജർമ്മനി വന്നപ്പോൾ ഇവിടെയാണ് താമസിച്ചത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. ഇവിടെ ഒത്തിരി മലയാളീസ് എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ജർമ്മനിയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങി നടന്ന സ്ട്രീറ്റാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ട്രീറ്റാണ്. ഞങ്ങൾ ആദ്യം പോയത് കൊച്ചിന് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാനായിരുന്നു. കിൻഡർ ഗാർഡനിൽ നിന്ന് ഒരു ലിസ്റ്റ് കിട്ടും കൊച്ചിന് എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടതെന്ന്. അതനുസരിച്ച് നമ്മൾ മേടിക്കണം. കൊച്ചിന് വിൻ്ററിന് ഇടാനുള്ള ഡ്രസ്സും ചെരുപ്പും, അതുപോലെ ക്ലാസ്സിലും പുറത്തിടാനുള്ള ചെരുപ്പും, അങ്ങനെ 2-3 തരം ചെരുപ്പ് തന്നെ ഇവിടെ മേടിക്കണം. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ നോൺ സ്റ്റിക്കിൻ്റെ തവ പോയായിരുന്നു. അതും കൂടെ മേടിക്കാൻ വേണ്ടി നോക്കി, പക്ഷേ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കൊച്ചിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടി. വീട്ടിലേക്കുള്ള സാധനങ്ങൾ നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പിന്നെ ഇനി ബാക്കി ഞാൻ പറയാം. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ പിന്നെ ഇന്ത്യൻ കടയിലേക്കാണ് പോയത്. ഇന്ത്യൻ കടയല്ല, ആക്ച്വലി അത് ശ്രീലങ്കക്കാരുടെ കടയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ സെയിം ബൈ ആണല്ലോ ഇന്ത്യ ശ്രീലങ്കയും. സോ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. ഇന്ത്യയിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ അവിടെ കിട്ടും. നമ്മുടെ കേരളത്തിലുള്ള പച്ചക്കറി എല്ലാം A to Z എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. പിന്നെയാണെങ്കിൽ നമുക്ക് അവിടെ അരിപ്പൊടി, മസാലപ്പൊടി, അതിപ്പോൾ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എല്ലാ പൊടികളും തന്നെ അവിടെയുണ്ട്. പിന്നെ തേങ്ങ കിട്ടും. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡായ തന്നെ ഈസ്റ്റേൺ, നിറപറ, ഡബിൾ ഹോർസ്, ഇതിൻ്റെയൊക്കെ അവിടെയുണ്ട്. എല്ലാം തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാം തന്നെ അവിടെ നിന്ന് കിട്ടും. അത്യാവശ്യം കുറച്ച് വീട്ടിലേക്കുള്ള സാധനം മേടിച്ച് ബില്ല് ചെയ്യാൻ വന്നപ്പോഴാണ് അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഗോൾഡ് വങ്കി ഇരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വില ചോദിച്ചില്ല, ഇനി എപ്പോഴേലും വരുമ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത് ഒരു യൂറോ കടയിലേക്കാണ്. ഒരു യൂറോ കട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ 10 രൂപ ഏതെടുത്താലും 10 രൂപയ്ക്ക് എന്ന് പറഞ്ഞ കടയുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു യൂറോ കടയാണ്. ഞങ്ങളെപ്പോൾ വന്നാൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി നോക്കും. ഒന്നും മേടിക്കാനില്ലായാലും ചുമ്മാ ഒന്ന് കയറി നോക്കും. ഒരു യൂറോ കടയല്ലേ, അതുകൊണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ വന്നത് തുർക്കി കടയിലൊക്കെ. ഞങ്ങൾ യൂഷ്വലി ബീഫും പിന്നെ മീനും ഒക്കെ ഈ തുർക്കി കടയിൽ നിന്നാണ് മേടിക്കുന്നത്. ഇവിടെ നല്ല ഫ്രഷ് സാധനം കിട്ടും, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഇന്നിപ്പോൾ വരാൻ കാരണം ഞങ്ങൾ ഇന്ത്യൻ കടയിൽ പോയപ്പോൾ അവിടെ കപ്പ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലും കപ്പയും വെക്കാൻ തിന്നാനൊരു തോന്നൽ. സോ അതുകൊണ്ട് എല്ലും ഇച്ചിരി ബീഫ് മേടിക്കാനായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. പിന്നെ മീൻ
മീനും മേടിച്ചു കേട്ടോ. മീനും നല്ല ഫ്രഷ് മീൻ കിട്ടും. നാട്ടിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ മീനും കിട്ടും. അതും നല്ലതാണ്. ഇവിടുന്ന് തന്നെ വെട്ടി വൃത്തിയാക്കി തരുന്നതുകൊണ്ട് നമുക്ക് അത്രയും കൂടെ എളുപ്പമാണ്. വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് പരിപാടി കഴിയും. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ കയറിയപ്പം തന്നെ മഴ പാറാൻ തുടങ്ങിയായിരുന്നു. മഴ മൂടി കിടക്കുമായിരുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലൂടെ ഇറങ്ങിക്കഴിഞ്ഞവിടെ നല്ല മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പോലെ അത്ര ശക്തമായിട്ടൊരു ഒരു മഴ. ഇവിടെ വന്നേ പിന്നെ ഇത്രയും ശക്തമായിട്ടുള്ള മഴ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളാണെങ്കിൽ കുട എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ മഴ ആവശ്യം തോരുന്നവരെ സ്റ്റേഷനിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോയത്. വണ്ടിയില്ലെങ്കിലും മഴയാണെങ്കിലും സിഗ്നൽ വരാതെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ നിന്നിട്ടാണെങ്കിലും കുറച്ച് നേരം തൂളുമഴ കൊള്ളാണ്ടാവുന്നു. ഇപ്പം തലവര മോശമാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പം സിഗ്നൽ ഇല്ലാതെ വരാതെ ക്രോസ് ചെയ്താൽ എനിക്ക് തോന്നുന്നത് 50 യൂറോയാണ് ഫൈൻ തോന്നുന്നു. See you in next video. Bye bye.